അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദുറൂസുൽ ഇസ്ലാമിലെ 4ാമത്തെ യൂണിറ്റ് അൽ വഹദത്തുർ റാബിഅ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഭാഗം 1. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവരുടെ ഉസ്താദുമാരെ പഠിപ്പിച്ച മഹാന്മാരായ ഗുരുക്കന്മാരുടെ ഖബറിടങ്ങളിലേക്കാണ് യാത്ര. ആദ്യം സിയാറത്തുമായി ബന്ധപ്പെട്ട ശർഈ നിയമങ്ങൾ പഠിക്കാൻ അവർ തീർച്ചയാക്കി. ഉസ്താദിനോട് അവർ ചോദിച്ചു, ഈ സിയാറത്ത് യാത്രക്ക് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? ഉസ്താദ്: ഉണ്ടല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹ ഫഇന്നഹ തുരിഖുൽ ഖൽബ വതുദ്മിഉൽ ഐന വതുദക്കിറുൽ ആഖിറ. ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തു കൊള്ളുക. അത് ഹൃദയങ്ങളെ ആർദ്രമാക്കുന്നതും കണ്ണുകളെ ഈറ നണിയിപ്പിക്കുന്നതും പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുന്നതുമാണ്. 3 മസ്ജിദുകളിലേക്ക് മാത്രമേ വാഹനം കയറി പുറപ്പെടേണ്ടതുള്ളൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. മസ്ജിദ് എന്നുള്ള പ്രത്യേകത കൽപ്പിച്ച് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ എന്നീ 3 മസ്ജിദുകളിലേക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കി മസ്ജിദുകളെല്ലാം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. എന്നാൽ ഈ 3 മസ്ജിദുകൾ അങ്ങനെയല്ല, അവക്ക് പ്രത്യേകതയുണ്ട്. ഇമാം ഗസാലി റഹിമഹുമുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ അത് ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ഭാഗം 2. മഖ്ബറകളിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിതകാലത്ത് അവരോട് പുലർത്തിയിരുന്ന അദബുകൾ പാലിക്കണം. അവരുടെ അഭിമുഖമായി നിന്ന് സലാം ചൊല്ലണം. പിന്നീട് ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക. ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുക. അവിടെ വെച്ച് അലമുറയിടരുത്. ഖബറിന് സുജൂദ് ചെയ്യരുത്. എന്നാൽ ബറക്കത്തെടുക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിരുന്നു, ബറക്കത്ത് എടുത്തിരുന്നു. തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലാഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുന്നത് നല്ലതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിനു ശേഷം അവിടുത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പഠിപ്പിച്ചിട്ടുണ്ട്. സക്കരിയ: മഹാന്മാരോട് സഹായം ചോദിക്കാമോ? അത് ഷിർക്കാണെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. ഉസ്താദ്, ഷിർക്ക് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുവല്ലോ. ആ വിശദീകരണങ്ങളിൽ നിന്ന് ഇത് അതിൽപ്പെട്ടതല്ല എന്ന് വളരെ വ്യക്തമാണ്. സ്വഹാബികൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവരവരുടെ പരാതികൾ അവതരിപ്പിച്ചിരുന്നു. അവർക്ക് സഹായം ലഭിച്ചിരുന്നു. വഫാത്തിനു ശേഷവും അവർ അത് തുടർന്നു. ബിലാൽ ബിൻ ഹാരിസിൽ മുസനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ക്ഷാമം ഉണ്ടായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ആരാധനയാണ്. നമ്മൾ ഈ ചെയ്യുന്നതൊന്നും സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥനയല്ല. സൃഷ്ടാവിൻ്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള വിളിയാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അങ്ങനെ മാത്രമേ മുസ്ലിങ്ങൾ ചെയ്യാറുമുള്ളൂ. ഭാഗം 3. എല്ലാ വിളികളും തേട്ടങ്ങളും ആരാധനയുടെ പരിധിയിലുള്ളതാണെന്ന വാദം ശരിയല്ല. മറഞ്ഞ വഴിക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് പ്രാർത്ഥന എന്നത് പുത്തൻ വാദമാണ്. ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവില്ല. പണ്ഡിതന്മാർ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ മലക്കിനോട് സഹായം ചോദിച്ചു. അത് സാങ്കേതിക പ്രാർത്ഥനയല്ല.
ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആസഫുബിന് ബർഖിയ എന്ന വലിയനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം സഹായം അഭ്യർത്ഥിച്ചു. അതും പ്രാർത്ഥനയല്ല. വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായത്തിന് വിളിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതും പ്രാർത്ഥനയല്ല. ഇവിടെയെല്ലാം സഹായം കിട്ടുന്നത് മറഞ്ഞ വഴിയിലൂടെ ആണല്ലോ. മരണപ്പെട്ടവർ അറിയും എന്ന വിശ്വാസത്തോടെയുള്ള വിളിയും ആരാധനയല്ല. അങ്ങനെയെങ്കിൽ നിസ്കാരത്തിൽ നാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബിയെ വിളിക്കുന്നതും മരണപ്പെട്ടവരെ വിളിച്ച് അവർക്ക് സലാം പറയുന്നതും അവർക്കുള്ള ആരാധനയാണെന്ന് പറയേണ്ടി വരും. മരണത്തോടെ നശിക്കുന്നത് ശരീരം മാത്രമാണ്. എന്നാൽ മഹാന്മാരുടെ ശരീരവും നശിക്കില്ല. ആത്മാവ് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആത്മാവിനെ അറിയുന്നതിന് തടസ്സമില്ലല്ലോ. എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു തആല മാത്രമാണ്. ഇതുകൊണ്ടാണ് അടുത്തുള്ളവരും അകലെയുള്ളവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സഹായിക്കുന്നത്. അല്ലാഹു തആല നൽകുന്ന കഴിവ് മാത്രമേ സൃഷ്ടികൾക്കാർക്കും ഉള്ളൂ. സ്വന്തം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു തആലയോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. ഫാത്തിഹയിൽ പറഞ്ഞ വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ അടുത്തുള്ളവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ സഹായികളാക്കി അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ മരിച്ചുപോയവരെയും അകലെയുള്ളവരെയും നമുക്കറിയാത്ത മാർഗത്തിൽ സഹായം ലഭിക്കാൻ അല്ലാഹു തആല കാരണമാക്കാറുണ്ട്. അപ്പോഴൊക്കെയും സഹായിക്കുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അദ്ദുആ اللهم إنا نسألك ونتوجه إليك بنبينا محمد صلى الله عليه وسلم وبالأنبياء والصالحين أن تجعلنا من عبادك الصالحين. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ടും അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ എന്നിവരെ കൊണ്ടും ഞങ്ങൾ നിന്നിലേക്ക് മുന്നിടിക്കുന്നു. ഞങ്ങളെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ചേർക്കാൻ വേണ്ടി. ഇനി അതിന്റെ ഖുറാസത്തു തദ്രീബ് നമുക്ക് നോക്കാം. അൽ വഹദത്തുർ റാബിഅ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നുജീബ് കലിമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്? ഉത്തരം ഖിബിലയിലേക്ക്. 2. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ദുആ ചെയ്തു ആര്? ഉമർ റളിയല്ലാഹു അൻഹു. 3. ക്ഷാമമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞു ആര്? ബിലാൽ ബിൻ ഹാരിസിൽ മുസ്നി റളിയല്ലാഹു അൻഹു. 4. മലക്കിനോട് സഹായം ചോദിച്ച മഹദി ആര്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. 5. ആസഫ് ബിൻ ബർഖിയയോട് സഹായം അഭ്യർത്ഥിച്ചു ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇനി രണ്ടാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക. ഖബർ സിയാറത്ത് കൊണ്ടുള്ള 3 നേട്ടങ്ങൾ എഴുതുക. ഹൃദയങ്ങൾ ആർദ്രമാകും, കണ്ണുകളെ ഈറനണിയിപ്പിക്കും, പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാകും. 2. പ്രാധാന്യമുള്ള 3 മസ്ജിദുകളും അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും എഴുതുക. മസ്ജിദുൽ ഹറാം മക്ക, മസ്ജിദുൽ നബവി മദീന, മസ്ജിദുൽ അഖ്സ ഫലസ്തീൻ. 3. മുൻഗാമികൾ മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ ചെയ്തതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പഠിപ്പിച്ചിട്ടുണ്ട്. 4. ക്ഷാമമുണ്ടായപ്പോൾ ബിലാൽ ബിൻ ഹാരിസിൽ മുസ്നി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചെയ്തതെന്ത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞു. 5. എന്താണ് പ്രാർത്ഥന? സൃഷ്ടാവിന്റെ വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള വിളിയാണ് പ്രാർത്ഥന. ഇനി മൂന്നാമത്തെ വർക്കാണ് നക്തുബു, ഗണ്ണിക എഴുതുക. മഹാന്മാരെ സിയാറത്ത് ചെയ്യേണ്ട രീതി. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിതകാലത്ത് അവരോട് പുലർത്തിയിരുന്ന അദബുകൾ പാലിക്കണം. അവരുടെ അഭിമുഖമായി നിന്ന് സലാം ചൊല്ലണം. പിന്നീട് ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക. ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുക. അവിടെ വെച്ച് അലമുറയിടരുത്. ഖബറിന് സുജൂദ് ചെയ്യരുത്. എന്നാൽ ബറക്കത്തെടുക്കാം. തഖ്സീസ്,
മരണപ്പെട്ടവരോട് സഹായം തേടൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. മരണപ്പെട്ടവർ അറിയുമെന്ന വിശ്വാസത്തോടെയുള്ള വിളിയും ആരാധനയല്ല. അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൽ നാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നതും മരണപ്പെട്ടവരെ വിളിച്ചു അവർക്ക് സലാം പറയുന്നതും അവർക്കുള്ള ആരാധനയാണെന്ന് പറയേണ്ടി വരും. മരണത്തോടെ നശിക്കുന്നത് ശരീരം മാത്രമാണ്. എന്നാൽ മഹാന്മാരുടെ ശരീരം നശിക്കില്ല. ആത്മാവ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആത്മാവിനെ അറിയുന്നതിന് തടസ്സമില്ലല്ലോ. എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു തആല മാത്രമാണ്. ഇതുകൊണ്ടാണ് അടുത്തുള്ളവരും അകലെയുള്ളവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സഹായിക്കുന്നത്. അല്ലാഹു തആല നൽകുന്ന കഴിവ് മാത്രമേ സൃഷ്ടികൾക്കാർക്കും ഉള്ളൂ. സ്വന്തം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു തആലയോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. ഫാത്തിഹയിൽ പറഞ്ഞ വയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം അതാണ്. എന്നാൽ അടുത്തുള്ളവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ സഹായികളാക്കി അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ മരിച്ചുപോയവരെയും അകലെയുള്ളവരെയും നമുക്കറിയാത്ത മാർഗത്തിൽ സഹായം ലഭിക്കാൻ അല്ലാഹു തആല കാരണമാക്കാറുണ്ട്. അപ്പോഴൊക്കെയും സഹായിക്കുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.